പന്നിയങ്കര ടോൾ പ്ലാസയിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. പ്രദേശവാസികൾക്ക് ടോൾ ഇളവ് നിർത്തലാക്കരുതെന്നാവശ്യപ്പെട്ടാണ് സമരം. പ്രദേശവാസികളിൽ നിന്ന് ഇന്നു മുതൽ ടോൾ പിരിക്കും. 7.5 കിലോമീറ്റർ പരിധിയിൽ താമസിക്കുന്നവർക്ക് മാത്രമാണ് ഇളവ് നൽകുന്നത്. 3800 പേർക്ക് സൗജന്യ പാസ് നൽകും. 20 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് 350 രൂപയുടെ പ്രതിമാസ പാസും നൽകും. വിശദാംശങ്ങളുമായി പ്രസാദ് ഉടുമ്പിശ്ശേരി ചേരുന്നുണ്ട്. പ്രസാദ്, എന്താണ് വിവരങ്ങൾ? ഹർഷൻ, പന്നിയങ്കര ടോൾ പ്ലാസയിൽ സമീപത്തുള്ള 6 പഞ്ചായത്തുകൾക്ക് പൂർണ്ണമായും സൗജന്യമായിരുന്നു ഇതുവരെ. പക്ഷേ ഇന്നു മുതൽ അതിന് നിയന്ത്രണം വന്നിട്ടുണ്ട്. അതിൽ ഈ ടോൾ പ്ലാസയോട് ചേർന്നുള്ള 7.5 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകൾക്ക് മാത്രമാണ് പൂർണ്ണമായും സൗജന്യമുണ്ടാകുക. അതിനുശേഷമുള്ള 20 കിലോമീറ്റർ വരെ, 7.5 മുതൽ 20 കിലോമീറ്റർ വരെയുള്ളവർക്ക് പ്രതിമാസം 350 രൂപ പാസ് എടുക്കണം എന്നുള്ളതാണ് ഈ ടോൾ പ്ലാസ അധികൃതർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത് അംഗീകരിക്കാൻ കഴിയില്ല. നേരത്തെ ഉണ്ടായിരുന്നത് പോലെ തന്നെ മുഴുവൻ പഞ്ചായത്തുകൾക്കും, അതായത് നേരത്തെ ഇളവ് നൽകിയിട്ടുള്ള 6 പഞ്ചായത്തുകളിലും നിലവിലെ സൗജന്യം തുടരണം എന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ അവിടെ പ്രതിഷേധം നടത്തുന്നത്. അല്പസമയം മുമ്പ് MLA സുമോദ് അവിടെ എത്തിയിരുന്നു. അദ്ദേഹവും ഇപ്പോൾ ടോൾ പ്ലാസ അധികൃതരുമായി ചർച്ച നടത്തുകയാണ്. പരമാവധി ഇളവ് നൽകണം എന്ന് തന്നെയാണ് എല്ലാവരും ഒരുപോലെ ആവശ്യപ്പെടുന്നത്. ഡിവൈഎഫ്ഐ മാത്രമല്ല, ജനകീയ സമരസമിതിയും കോൺഗ്രസിൻ്റെയും എല്ലാം തന്നെ അവിടെ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. ഇന്നിപ്പോൾ രാവിലെ ഡിവൈഎഫ്ഐ പ്രതിഷേധവുമായി വരികയാണ്. എന്നാൽ കമ്പനി പറയുന്നത് നിലവിൽ പരമാവധി നൽകാൻ കഴിയുന്ന ഇളവാണ് നൽകിയിട്ടുള്ളത്. 7.5 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകൾക്ക് തന്നെ ഏറെക്കുറെ സമീപത്തെ പഞ്ചായത്തുകളിൽ പെടുന്ന സ്ഥിരം അതിലൂടെ പോകുന്ന ആളുകൾക്ക് ആ ഇളവ് ലഭിക്കും. അവർക്ക് പൂർണ്ണമായും സൗജന്യമാണ്. 20 കിലോമീറ്റർ വരുന്ന ആളുകൾക്ക് 350 രൂപ മാത്രം പാസ് നൽകിയാൽ മതി. അതിനകത്ത് നിയന്ത്രണമില്ല. എത്ര തവണ വേണമെങ്കിലും ടോൾ പ്ലാസ കടന്നു പോകാൻ കഴിയുമെന്നുള്ളതാണ് കമ്പനി പറയുന്നത്. ഒരു തവണ സാധാരണ രീതിയിൽ യാത്രക്കാരെല്ലാം തന്നെ പോകുമ്പോൾ അവിടെ 100-125 രൂപയൊക്കെയാണ് വാഹനത്തിന് ഇത് ടോൾ നൽകേണ്ടത്. അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് 350 രൂപ മാത്രം നൽകിയാൽ മതി എന്നുള്ളതാണ് കമ്പനി അവകാശപ്പെടുന്നത്. 7.5 കിലോമീറ്റർ ഉള്ളവർക്ക് പൂർണ്ണമായും സൗജന്യവുമുണ്ട്. എന്തായാലും ഈ ഒരു തർക്കം തുടരുകയാണ്. ഇതിനകത്ത് ഉയർന്നു വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം MP രാധാകൃഷ്ണൻ അവിടെ ഉപരിഗതാഗത വകുപ്പ് മന്ത്രിക്ക് നൽകിയിട്ടുള്ളൊരു അപേക്ഷയുണ്ട്. അതിൽ 6 പഞ്ചായത്തിനും പൂർണ്ണമായും സൗജന്യമായി നൽകണം എന്നുള്ളതാണ്. ഇതിനകത്ത് തീരുമാനമുണ്ടാകുന്നത് വരെ ഈ ഒരു ടോൾ പിരിക്കരുതെന്നുകൂടി ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. ടോൾ പ്ലാസയിൽ പന്നിയങ്കരയിൽ ഡിവൈഎഫ്ഐ സമരവുമായി എത്തിയിരിക്കുന്നു എന്നതാണ് പ്രസാദ് നൽകുന്ന വിവരം.